നമസ്കാരം. എല്ലാവർക്കും ഷാവിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. സിനിമാ നടൻ ജയറാമിൻ്റെ 60ാമത് ജന്മദിന ആഘോഷം ഭംഗിയെ നടക്കും. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങും. മണ്ഡലക്കാലമാണ്, അതുപോലെ ക്രിസ്മസ് കാലമാണ്. ഈ രണ്ട് പരിപാടികൾക്കും ഞങ്ങളുടേതായ അനുമോദനങ്ങളും ആശംസകളും അഭിനന്ദനങ്ങളും. ബഹുമാന്യരെ, തെലുങ്കാനയിൽ അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ ഇതുപോലെ നടന്മാർക്കെതിരെയുള്ള സ്ത്രീ വിഷയ കേസിലും മറ്റ് കാര്യങ്ങളിലെല്ലാം മാസങ്ങളോളം സമയം കൊടുക്കാണ് ജാമ്യം കിട്ടാൻ വേണ്ടി. അതേ സ്ഥാനത്ത് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് കാണിച്ച ആ വേഗത ഒരുപക്ഷെ ജനങ്ങളുടെ പ്രീതി കിട്ടാൻ വേണ്ടിയായിരിക്കാം കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്തത് എന്നതിനെക്കുറിച്ച് സംശയമില്ല. പക്ഷേ അതിൻ്റെ പാർശ്വഫലം ഇന്ന് ഇന്ത്യയെ നയിക്കുന്നത് സമ്പത്താണ്. വേറെ ഒരു മാനദണ്ഡമില്ല, ഓൺലി പണം. അതിൽ ജാതി മതമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജാതി മതം ഒന്നുമില്ല. പണത്തിന് മുൻപിൽ ഒരു ജാതിയിലും മതമൊന്നുമില്ല. ഇവിടെ ബാബരി മസ്ജിദ് ഇഷ്യൂ സമയത്ത് അദ്വാനിയുടെ പെങ്ങളുടെ മകളൊക്കെ കല്യാണം കഴിച്ചൊരു മുസ്ലിമാണ്. അവിടെ ജാതിക്ക് പോകുന്ന വിഷയമല്ല. അപ്പോഴത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തല്ലിക്കൊല്ലുന്നു. അപ്പോൾ പണമാണ് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തെ ഇന്ത്യയിൽ ഏക അടിസ്ഥാനം ക്യാഷ്. വേറെ ഒന്നുമില്ല. ഉണ്ടെന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ്. അവിടെ ജാതി മതമോ ഹിന്ദു രാഷ്ട്രമോ ഒന്നുമല്ല. അപ്പം അങ്ങനെ അല്ലു അർജുന് ഈ ഒരു സിനിമയിൽ 6 ദിവസം കൊണ്ട് കിട്ടിയ 1000 കോടി രൂപ എന്നാണ്. ഇനി എത്ര നാൾ ഓടും? അപ്പോൾ എത്ര 1000 കോടി കിട്ടും? ലക്ഷമുള്ളവൻ പ്രഭുവാണെങ്കിൽ കോടിയുള്ളവൻ ഈശ്വരനാണ്. ഈശ്വരന്മാർക്ക് നിയമം ബാധകമല്ല, നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും. അങ്ങനെയുള്ള സമയത്ത് ആകെ അപൂർവം 1-2 സംസ്ഥാനങ്ങളാണ് കോൺഗ്രസിനുള്ളത്. അതിലൊന്നാണ് തെലുങ്കാന എന്ന് പറഞ്ഞത്. തെലുങ്കാനയിലെ പോലീസ് അല്ലു അർജുനെ പോലുള്ള വീട്ടിൽ കയറി, ബെഡ്റൂമിൽ കയറി അറസ്റ്റ് ചെയ്തൊക്കെ പറയുന്നത്, അത് വീഡിയോ എടുത്ത് കൊട്ടിഘോഷിച്ചു. അത് കഴിഞ്ഞ് കോടതി ജാമ്യം കൊടുത്ത്. അപ്പോൾ ആ സിനിമയ്ക്ക് പുഷ്പ 2 വീണ്ടും ഒരു 1000 ഇരട്ടി പരസ്യം കിട്ടാണ്. ഇതൊക്കെ ചീപ്പ് പോപ്പുലാരിറ്റി. കാരണം പരസ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സ്ഥാപക പ്രസിഡന്റാണ് ആ മൊയ്തീൻ ഷായും ഗ്രൂപ്പും പറയാണ് ഈ സിനിമയുടെ കാര്യം പല 90% പരസ്യം കിട്ടാൻ വേണ്ടി മാത്രം ചെയ്താണ്. ഉദാഹരണം പറഞ്ഞില്ലേ, പൊന്മൊട്ട ഇടുന്നത് ഇട്ടാൻ എന്ന് പറഞ്ഞ് ഒരു 1000 പോസ്റ്റർ അടിച്ച് ഒട്ടിച്ച് ഉടനെ അവർ തട്ടാമരെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് അത് മാറ്റി പൊന്മുട്ടിന് താറാവാക്കി. അപ്പോൾ ബാക്കി എല്ലാ പോസ്റ്ററും അടിച്ച് താറാവന്ന ഈ 1000 മാത്രം അടിച്ചു കൊടുത്താട്ടെ, അത് അവിടെ ഒട്ടിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ കേസ് കൊടുപ്പിച്ച് പ്രചരണമായി. ഇത് അതിനേക്കാൾക്ക് എത്രയോ വലിയ പ്രചരണമാണ് അല്ലു അർജുൻ ഈ പുഷ്പ 2 അല്ലു അർജുനും കിട്ടിയത്. ഇനിയിപ്പോൾ അല്ലു അർജുനും ഗ്രൂപ്പും കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരെ ചരട് വലിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ കുറച്ചുകൂടി പ്രായോഗികമായ രീതിയിൽ വേണം കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് ഭരണാധികാരികളും ചെയ്യാനെന്ന് പറയണം. ഇവിടെ ഒരു വിഭാഗം എന്ത് ചെയ്താലും വെള്ള എൻ്റെ കാര്യം സാധിച്ചാൽ മതി എന്നോ കേന്ദ്ര ഗവൺമെൻറ് ഒരു പരിധിയിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുമ്പോഴേ തെലങ്കാനയിൽ പോലുള്ള കോൺഗ്രസ് ഗവൺമെൻറ് ഇങ്ങനെ നല്ല പിള്ളിയാകാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഗുണത്തിലെ ദൂഷ്യം ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ആൾ ദൈവങ്ങളുടെ കാലമാണ്. ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ലോകത്തെ എല്ലാ ആൾ ദൈവങ്ങളോടും ആൾ ദൈവത്തിൻ്റെ പുറകെ നടക്കുന്ന ശിൽബന്തികളോടും ഒരു കാര്യം, വെല്ലുവിളിയൊന്നുമില്ല, ഒരു കാര്യം പരസ്യമായിട്ട് പറയണം. ലോകത്തെ ആൾ ദൈവങ്ങളോടും അവരുടെ ശിൽബന്തികളോടും എന്താണെന്നറിയോ,
ഞങ്ങൾ ഒരു ഒറ്റ രൂപ തൊട്ട് കൊടുക്കും. ഒറ്റ രൂപ തൊട്ട്. ആ തൊട്ട് ഈ ഒരു സ്ഥലത്ത് വെച്ചാൽ ആ തൊട്ടിനെ ഒന്ന് അനക്കുക, പൊക്കാനും പറയുന്നില്ല, ഒന്ന് ചലിപ്പിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ആൾ ദൈവങ്ങളുടെ ശില്പത്തികളോ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഒരു ഇത് വെല്ലുവിളിക്കണം. വെല്ലുവിളി വാക്ക് നല്ലത് കീഴ്വഴക്കല്ല, പക്ഷേ എങ്കിൽ ഞങ്ങളതിനെ ശക്തമായി സമ്മതം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ കൂടി പറയാം, ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ അവരുടെ ശില്പത്തികളിൽ ആരെങ്കിലും ഒരാൾ, എല്ലാ ജാതി, ഒരു ജാതി മതമൊന്നുമല്ല, എല്ലാ ജാതി ഉദ്ദേശം ഉണ്ടല്ലോ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമല്ല, എല്ലാ മതങ്ങളെക്കുറിച്ചാണ്. ഒരാൾക്ക് വന്ന് ഞങ്ങളിത് വച്ചിരിക്കുന്ന ആ 1 രൂപ തൊട്ട് ഒന്ന് അനയ്ക്കാൻ മതി, എടുത്ത് പൊക്കിയതും വേണ്ട, ഒന്ന് അനയ്ക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന ചെയ്യാം. സാധിക്കില്ലെന്നാണ് 100% ഉറപ്പ്. അങ്ങനെയാണ് ലോകത്തിന് കിടപ്പെങ്കിൽ ഈ കാണുന്ന മതത്തിൻ്റെ മേൽ കാണിയ തട്ടിപ്പില്ല എത്ര ദുഷ്ടത്തരമാണ്, എത്ര സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി എല്ലാവരും തന്നെ പ്രവചിക്കുന്ന ദൈവന്മാർ, ദൈവങ്ങൾ, പ്രവാചകന്മാരൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ വെള്ളപ്പൊക്കം വന്നപ്പോൾ കൊറോണ വന്നപ്പോൾ അടിച്ചുപൂട്ടി, പല സ്ഥാപനങ്ങൾ അടിച്ചുപൂട്ടി. ഈ ദൈവങ്ങൾക്ക് കൊറോണ വലിയ ബാധകമാവുമോ? അപ്പോൾ ഇതൊക്കെ തട്ടിപ്പാണ്. ഈ ദൈവങ്ങൾ എന്ന് വന്ന് എല്ലാ മതത്തിനും, ഒരു മതം മാത്രമല്ല എല്ലാ മതത്തിനും തട്ടിപ്പാണത്. ജനങ്ങളെ ചൂഷ ചെയ്ത അറിവില്ലായ്മയുടെ അജ്ഞതയെ ചൂഷ ചെയ്ത് സമ്പാദിക്കുന്ന തട്ടിപ്പാണ്. പിന്നെ ഒരു കാര്യം സത്യമാണ്, അത് മനഃശാസ്ത്രമാണ്, മനസ്സാണ്. എഴുതിയോ, എനിക്ക് അതുകൊണ്ട് സാധിക്കുമെന്ന് നമുക്കൊരു മനസ്സിലൊരു വിശ്വാസം വന്നാൽ ആ വിശ്വാസത്തിന് വിലയുണ്ട്. അത് ഏതുപോലെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ വയാഗ്രയുടെ കാലമാണല്ലോ, ലൈംഗിക വേഴ്ചയ്ക്ക് ശക്തി വന്ന വയാഗ്ര. അപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫും അവർക്ക് ഇങ്ങനെ ആഗ്രഹം തോന്നി വയാഗ്ര ഒന്ന് വാങ്ങിച്ച് മേശപ്പുറത്ത് വെച്ച് ഒരു പതിവ് പോലെ കിടന്ന് പിന്നെ വ്യായാമങ്ങൾ നടത്തി, പതിവിലേറെ ഉന്മേഷം കിട്ടി, പതിവിലേറെ ഒരു ഊർജം കിട്ടി, സമയമൊക്കെ കിട്ടി, ആസ്വദിക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് സാവധാനം നോക്കിയപ്പോൾ ഈ വയാഗയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ടേ ഇല്ല, അതവിടെ ഇരിക്കുകയാണ്. പിന്നെ എങ്ങനെ കിട്ടിയത്? അവർക്ക് മനസ്സിനൊരു വിൽ പവർ കിട്ടി, ഇതെന്തോ ഒരു പ്രത്യേക നേട്ടമുള്ളതെന്ന്. ആ വിൽ പവർ കിട്ടിയപ്പോൾ ആ മനസ്സിന് നിയന്ത്രണത്തിനൊരു പ്രാധാന്യം വേണ്ടായി, അതാണ് കൂടുതൽ സമയം എടുത്തത്. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ചെന്നോ എനിക്ക് നേട്ടം കിട്ടുമെന്നൊരു മനസ്സിലൊരു വിശ്വാസം വന്നാൽ, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് റിലയൻസ് അല്ലെങ്കിൽ സെൽഫ് ട്രൂത്ത് കിട്ടിയാൽ അതൊരു ഫലമുണ്ടില്ല പറയാൻ പറ്റില്ല. അതാണ് ഈ 10,000 പേർക്ക് വിളിച്ചു പറയുമ്പോൾ 5-10 പേര് അസുഖം മറന്നു. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാര്യത്തിൽ പോയിട്ടുണ്ട്. അവിടെ ഇരുന്നപ്പോൾ ഒരു പ്രസിദ്ധീകരണം തോന്നി, പത്രം ഞാൻ വാങ്ങിച്ചിട്ട് അവരോട് പറഞ്ഞു, പത്രമൊക്കെ വാങ്ങിക്കാൻ കുഴപ്പമില്ല, നിങ്ങൾ പ്രചരിപ്പിച്ച, പക്ഷേ ഇത് കത്തിച്ച് ആ വെള്ളം കുടിച്ചാൽ ബുദ്ധി ഉണ്ടാവും എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ കുടിച്ചവർ ഇപ്പോൾ പലരും ആശുപത്രി കിടക്കുകയാണ് മാസങ്ങളോളം. കാരണം പ്രിൻറ്റിങ് മഷി എന്നാണ്, പ്രിൻറ്റിങ് ഇംഗ്ലീഷ് അതൊരു വലിയ വിഷാംശമല്ലേ, ലെഡ് അടിക്കുന്നതല്ലേ ഇത്. അങ്ങനെ അന്ധവിശ്വാസം നിങ്ങൾ പരസ്യമായിട്ട് ചെയ്യില്ലേ? അങ്ങനെ ചെയ്യുന്നവരെയൊക്കെ ചാട്ടവാറടിക്കണം. ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് രാജ്യമാണെങ്കിലും. അപ്പോൾ അത് ഞാൻ കൂടുതൽ പതില്ല, ഒരൊറ്റ കാര്യം പറഞ്ഞ് ആ വിഷയം നിർത്തണം. വേറെ ഒന്നുമില്ല, ഞങ്ങൾ ഒരു ഒറ്റ രൂപ തൊട്ട് ഈ മേശപ്പുറത്ത് വയ്ക്കും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വയ്ക്കും, എനിവേർ എനി എൽസ് എനി ടൈം. എന്നിട്ട് അത് ഒന്ന് അനയ്ക്കുക മതി. നിങ്ങളുടെ ദൈവശക്തി കൊണ്ടോ അല്ലെങ്കിൽ ദൈവശക്തി കൊണ്ടോ എന്ത് ശക്തി കൊണ്ടാണെങ്കിലും ഒന്ന് അനയ്ക്കുക മതി. എടുത്ത് പൊക്കാനും പറഞ്ഞില്ല തന്നെ ഇന്നത്തെ കണ്ടിച്ച് അത്രയും സാധ്യമുള്ള ആൾക്കാർ ഇല്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഉണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കണം. ഓക്കെ, അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം അത്രയും. പിന്നെ നമ്മൾ യോഗനാഥം എന്ന് പറയുന്നത് SNDPയുടെ മുഖപത്രമാണ്. ആ പത്രത്തിൻ്റെ ആ നാഥം ഒരു ചാനലുണ്ടെങ്കിൽ ആ ചാനൽ ഞാൻ ആരുടേത് കൃത്യം ഞാൻ പറഞ്ഞില്ല. ആ ചാനലൊരു വാർത്ത തോന്നി. അതായത് സുധാകരനാണ് നമ്മുടെ KPC പ്രസിഡന്റ്. സുധാകരനെ മാറ്റിയാൽ കൊള്ളാമെന്ന് ഒരു തീരുമാനമുണ്ട്. അതിനെ കുറിച്ചപ്പോഴേക്കും
സുധാകരൻ മാറ്റുന്ന കാര്യത്തിൽ അവർക്ക് വലിയ സങ്കടമാണ്. അതാണ് ആ ജാതീയത അല്ലെങ്കിൽ ആ സമുദായ സ്നേഹം തോന്നുന്നത്. ഞാൻ കുറ്റപ്പെടുത്തില്ല, സമുദായത്തിൽപ്പെട്ട ആൾ പ്രസിഡൻ്റ് ആയിരിക്കട്ടെ, അതെല്ലാ ജാതിക്കാരും ചോദിക്കുള്ളൂ. അവിടെ ഉള്ളൊരു വിഷയം ഇതാണ്, കോൺഗ്രസ്സുകാർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. യോഗനാഥന് പറയാം, കാരണം അവർ SNDP അനുകൂലമാണെങ്കിൽ അത് പിന്നെ എന്താണ് സുധാകരൻ മാറ്റി വേറെ ഏതെങ്കിലും അച്ചായനൊക്കെ ആക്കും, ബുദ്ധിമുട്ടാവും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഏതാണ്ട് 25% ഈഴവരുണ്ടെന്നാണ് കണക്ക്. തെറ്റോ അല്പസ്ഥലമൊക്കെ ഓരോ ചെയ്യാം. അതിൽ ഏതാണ്ട് 70 മുതൽ 80% വരെയും വോട്ട് ചെയ്ത് CPM-നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ LDF മുന്നണിക്കോ ഇപ്പം വ്യത്യസ്തമായിട്ടൊരു 10% ഒരു സംഘപരിവാർ ചായ്വ് കാണിക്കുന്നുണ്ട് ആ സമുദായത്തിൽ. 10% ഉണ്ട് സംഘപരിവാർ ചായ്വ്. അതിന് പല കാരണമാണ്. അപ്പോൾ 70-80%, പിന്നെ 75 പിടിക്കുക, 10 ഇത് പോയി, 85 പോയിട്ട് 15%. ബാക്കിയുള്ള 15% കോൺഗ്രസ് അനുഭാവികൾ, കോൺഗ്രസ് വോട്ട് പ്രതീക്ഷിക്കും. എന്നാൽ ഇന്ന് SNDP-യുടെ ജനസംഖ്യയുടെ 10% ധൈര്യമായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് അനുഭാവികൾ വോട്ട് ചെയ്ത ആൾക്കുള്ളത്. അത് കുറേ നാളുകളായി അങ്ങനെയാണ്. കാരണം CPIM എന്ന് പറഞ്ഞത് ഈഴവൻ്റെ പാർട്ടിയാണെന്നൊരു ധാരണയുണ്ട്. ഇപ്പം എന്നിട്ടും പിണറായി സഖാവ് മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ 10% നായർ വിഭാഗത്തിൽ 10-11 ഡെപ്യൂട്ടി സ്പീക്കർ കൂടി കൊടുത്ത് ഈഴവാസത്രം കൊടുത്തിട്ടൊന്നുമില്ല. മുസ്ലിംകാരും പറയണ്ടല്ലോ. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ KPC പ്രസിഡന്റ് സുധാകരൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരിക്കൽ മുല്ലപ്പള്ളി നിർത്തി, ഒരിക്കൽ സുധീരൻ നിർത്തി, എന്നിട്ട് വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റില്ല. കാരണം ആ നേതാക്കൾ കുഴപ്പമില്ല, ആ വിഭാഗം ജനങ്ങൾ ഏതാണ്ട് 70-80% ഇങ്ങനെ LDF സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് BJP. അതേ സ്ഥാനത്ത് 10, 30, 35, ഒരു 40% വരും വരുന്നൊരു വിഭാഗമുണ്ട് ഇവിടെ. ആ വിഭാഗത്തിന് കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയണ്ട, അവരങ്ങനെ കൊടുക്കാറില്ല, അപൂർവം തൊട്ടുള്ളൂ. ഒരു ഇമ്പിച്ചാക്കും അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും അക്ഷാഭ്യാസം അല്ലാത്ത ഒരാളെ ആക്കും മന്ത്രിയായിട്ട്. CPM EMS കാലം പോലെ അങ്ങനെയാണ്. ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ മേയറായിട്ട് വന്നിട്ട് മുഹമ്മദ് സാഹിബ് അക്ഷാഭ്യാസമല്ല, കൊച്ചിക്കാരൻ PDRPകാരാണ്. അല്ല ബുദ്ധിയുള്ളവരോ അല്ലെങ്കിൽ പണം വിദ്യാഭ്യാസം EMS കാലം പോലും വെച്ചിട്ടില്ല. അതായതാണ് കോൺഗ്രസിനൊക്കെ സംബന്ധിച്ചവർ കോൺഗ്രസ് പരിഗണിക്കുന്നില്ല. ഇത് ഞങ്ങളോട് ഈ അനുഭാവികളല്ല, കോൺഗ്രസ് നശിക്കാൻ വെള്ളം ചിന്തിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ അവർ പറയുന്നത് ഞങ്ങളോട് വിളിച്ചു നേരിട്ടൊക്കെ പറയുന്നതാണ്. എന്ത് നീതിയാണ് സാർ, നിങ്ങൾ വലിയ ഘോഷഘോഷം പ്രസംഗിക്കുന്നല്ലോ. 14 ജില്ലാ പ്രസിഡന്റ് ഉണ്ടോ കേരളത്തിൽ KPCCക്ക്? ഡിസ്ട്രിക്ട് പ്രസിഡന്റ്, ഡിസ്ട്രിക്ട് കമ്മിറ്റി പ്രസിഡന്റ്, DC പ്രസിഡന്റ് 14 ഉണ്ടോ? ഇപ്പോൾ ആകെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് എറണാകുളത്ത് ഷിഹാസ്, പിന്നെ ഒരു ഫൈസൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ആർക്കെങ്കിലും അറിയാമോ? അങ്ങനെ ആളുണ്ട്, കോൺഗ്രസ്സുകാർക്ക് പോലും അറിയോ, അല്ലെങ്കിൽ ഇവിടെ മറ്റു സമുദായങ്ങൾ അറിയാമോ? ഷിഹാസ് ഇപ്പോൾ ഏതാണ്ട് ഈ അടുത്ത കാലത്ത് കുറച്ചൊക്കെ പുള്ളി ചെയ്ത്. ഇപ്പോൾ ഫൈസൽ അൺഫിറ്റാണ്, ഫൈസലെ മാറ്റണം എന്നൊക്കെയാണ്. 14 ജില്ലകളിൽ പിന്നെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം, ഈ 4 ജില്ല ഒഴിച്ച് ബാക്കി 10 ജില്ലകളിലും DC പ്രസിഡന്റ്മാരെ മാറ്റണം എന്നാണ്. അതുകൊണ്ട് KPC പ്രസിഡന്റ് മാറ്റണം എന്നാണ് AICCയുടെ ആഗ്രഹം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന് എന്തോ ഒരു കണ്ണീര് വീണപ്പോഴേക്കും AICC ഇടപെട്ട്, വേണ്ട മോനെ പരിഹരിച്ചോ, അതിനെന്താ കുഴപ്പമില്ല. പക്ഷേ ഇന്നൊരു വാർത്താ മാധ്യമം പറഞ്ഞെന്നറിയുമോ, കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിസഭ പോകാൻ കാരണം കഴിഞ്ഞ മീനിങ് ഈ 2015, 16 16 മന്ത്രിസഭ പോകാൻ കാരണം ഉമ്മൻചാണ്ടിയുടെയും മരിച്ചുപോയി ഓട്ടപ്പശ് കടന്നാണ് പാർട്ടിക്കാർക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ മറ്റുള്ള പറഞ്ഞാലില്ല, കരുതി കുട്ടി ആ മന്ത്രിസഭയെ തകർത്ത് കളഞ്ഞാണ്. കാരണം 800ഓളം കടംവിട്ട് നിയമമുണ്ടായി, മുരിക്കൻ്റെ ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ നിയമം ഉണ്ടാക്കി. അതിൽ 3 പേര് ശിവകുമാർ ചുവാണ്ടിത്തരൻ നായർ വിഭാഗത്തിൽപ്പെട്ട്, പിന്നെ അടൂർ പ്രകാശ്, ഈ പറഞ്ഞ ഒരു നായർ, ഒരു ചോനും, ഒരു ക്രിസ്ത്യാനിയും കൂടി ചേർന്നാണ് കഴിഞ്ഞ 2016 മന്ത്രിസഭയെ തകർത്ത് കളഞ്ഞത്. അതെന്താ കാരണം? മന്ത്രിസഭ വന്നാൽ സുധീറിനോ അല്ലെങ്കിൽ പിന്നെ രമേശോ മുഖ്യമന്ത്രിയാവും, പിണറായി ഉമ്മൻചാണ്ടി കേസായിട്ട് കേസായിട്ട് കോടതി കയറി ഇറങ്ങണം.
കരുണാനെ പോലും വെല്ലുന്ന തന്ത്രമുള്ള ഉമ്മൻചാണ്ടി സമ്മതിക്കുമോ? പ്രത്യേകം മരിച്ചു വരും അങ്ങനെ കളി. അല്ലെങ്കിൽ പോയിട്ട് ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മന്ത്രിസഭ, ആ മന്ത്രിസഭയ്ക്ക് എന്തായിരുന്നു കുഴപ്പം? നേതൃക്കൾ കൊടുക്കുന്നത് ഇത് അത് തകർത്ത് കളഞ്ഞ. അത് കാരണം ഈ 5-ാം മന്ത്രി ചോദിച്ച് ലീഗ് നടന്നത്. അതാണ് ഉമ്മൻചാണ്ടിക്ക് ദേഷ്യം വന്നത്. അന്ന് അദ്ദേഹം മനസ്സിലാക്കി ഇനി ഈ കള്ളന്മാരെ ഒരു മന്ത്രിസഭ വേണ്ട. ഇനി ഈ 2026 സംഭവിക്കാൻ തന്നെയാണ്. ഈ കോൺഗ്രസിൻ്റെ വിഭാഗം ഒക്കെ കൂടി കാലം ഒരു LDF തന്നെ അധികാരം കിട്ടും, BJP സപ്പോർട്ടും ചെയ്യും. കളിക്കാൻ പോണതാണ്. ഷിഹാസൊക്കെ എന്ത് പറഞ്ഞാലും ഈസി വാക്ക് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ 26 ഇലക്ഷനിൽ UDF കിട്ടുന്നുള്ളൂ, ഒരു പ്രതീക്ഷയില്ല. കാരണം ഒന്നാമത്തിൽ അവർ ഈ പോക്ക് ശരിയല്ല. ഇപ്പം ഞാനല്ലേ ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിൽ അതൊക്കെ നയത്തി നിർത്തേണ്ടല്ലേ? കേരളത്തിലാണ് ഇങ്ങനെ. അത് തന്നെ വേറൊരു വിഷയം പറയുന്നത്, നമ്മുടെ പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ സംസാരിച്ച ആദ്യ വിഷയത്തിൽ തന്നെ കർഷകരുടെ കാര്യം പറഞ്ഞപ്പോൾ ഹിമാചൽ പ്രദേശിൽ ഭരിക്കുന്ന ആരാണ്? പ്രിയങ്ക ഗാന്ധി അല്ലേ? കോൺഗ്രസ് അല്ലേ? അപ്പോൾ ഹിമാചൽ പ്രദേശ് ഗവൺമെൻറ് കർഷകർക്ക് കൊടുക്കണില്ല, അത് ഒറ്റ ആൾക്ക് നമ്മുടെ ഇദ്ദേഹത്തിന് മാത്രം കൊടുക്കാണ് എന്ന് പറഞ്ഞ ഒരു ആരോപണം വന്ന് അത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അറിയാതെ പറഞ്ഞതൊക്കെ പറഞ്ഞ് പ്രചരണം നടക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയെന്നറിയില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അവരും വേണ്ടത്ര പക്വതയോ ഇല്ലെന്നുള്ളതാണ്. എന്തൊരു കഷ്ടമാണ് നമുക്ക്. ഇത്രയും അതിസങ്കീർണമായ ഇന്ത്യയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഊടും പാവും ഒന്നും നോക്കാതെ, ബുദ്ധി ഉപയോഗം ചെയ്യാതെ തൻകാര്യം മാത്രം നോക്കി പോകുന്ന ഈ നേതാക്കളെ കൊണ്ട് എങ്ങനെയാണ് പിടിച്ചെടുക്കാൻ സാധിക്കുക? പക്ഷെ എന്നാൽ സാധിക്കും. അത് ജനങ്ങളാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി കോൺഗ്രസ് താഴെ ഇറക്കിയത് കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ BJP അല്ല, ഇന്ത്യയിൽ അധ്വാനിക്കാവുന്ന ജനവിഭാഗങ്ങൾ, മനുഷ്യത്വത്തിന് വിലയറിയുന്ന, സ്നേഹത്തിന് വിലയറിയുന്ന, സാഹോദര്യം വിലയറിയുന്ന, വിശപ്പിനെ വിലയറിയാവുന്ന സാധാരണക്കാർ വോട്ട് ചെയ്താണ് ഇന്ദിരാഗാന്ധി താഴെ ഇറക്കിയത്. അതുപോലെ BJPയിൽ മോഡി ഗ്രൂപ്പും നോൺ മോഡി ഗ്രൂപ്പും എന്നുള്ളൊരു ഇത് വന്ന് BJP ഏതാണ്ട് ഒരു പിളരാനുള്ള സാധ്യത കാണുന്നു എന്നാണ് ഒരു ചില കോണിക്കൂടിയിൽ വാർത്ത വരുന്നത്. അങ്ങനെ വന്ന് അവർ തന്നെ വേണം വിചാരിക്കണം ഇനി മോഡി താഴെ ഇറക്കിയിട്ട് കോൺഗ്രസിന് അധികാരത്തിൽ വരണമെങ്കിൽ. അല്ല, കോൺഗ്രസ് ഇവിടെ ഒറ്റക്കോ ഈ പ്രിയങ്ക ഗാന്ധി കൊണ്ടൊന്നും നടക്കില്ല. അത് മറ്റേ വല്ല സപ്പോർട്ടൊക്കെ വരും. അങ്ങനെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾ ഇന്നും ഇന്ത്യയെ കണ്ടുകൊണ്ടും ഇന്ത്യയിലെ ആ സാഹോദര്യത്തിൻ്റെ വില കൽപ്പിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ നാടിന് ആപത്താണ് എന്ന് മനസ്സിലായി. ഇപ്പോൾ വേറൊരു കാര്യം പറഞ്ഞ് ഷൗക്കത്തലി എന്നിട്ട് പാകിസ്ഥാനിൽ പോയൊരു ഇന്ത്യൻ നേതാവ്, അദ്ദേഹത്തിൻ്റെ മുസ്തഫ നഗറിലെ മറ്റോ ഒരു പള്ളിയും ഒരു 3-4 കടമുറിയൊക്കെ ഉണ്ട്. അതൊക്കെ അന്യാധീനപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ശത്രുവിൻ്റെ ആണെന്ന് വെച്ചിട്ട് ഗവൺമെൻറ് മുതൽക്കൂട്ടാൻ നോക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു സ്ഥലവും വർഷങ്ങളുടെ ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ആ കൈവശക്കാരന് കൊടുക്കുക, വേണ്ടി സർക്കാർ കുറച്ച് കാശ് വാങ്ങിക്കുക. ഇതാണ്. അതെല്ലാം അങ്ങനെ ചെയ്യാതെ അവിടെ നിയമം മാറ്റി. അത് ഒരു രീതിയിലും ഒരു വിഭാഗത്തെ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ സമ്മതിക്കലും മാത്രം അതിനെ പരമാവധി നശിപ്പിക്കുക, തകർക്കുക എന്നുള്ള രീതി ചിന്തിക്കുമ്പോഴേ അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഭൂരിപക്ഷം എന്ന ഹിന്ദു സമുദായമുള്ള ഇന്ത്യയിൽ അവർ വിചാരിക്കുന്നുണ്ട് ഈ മോഡി ഭരണം ഒന്ന് താഴെ ഇറക്കണം, അതല്ലെങ്കിൽ അപകടമാണ്. അങ്ങനെ വന്ന് മാത്രമാണ് അന്ന് ഇന്ദിരാഗാന്ധിയുടെ താഴെ ഇറക്കിയ പോലെ ഈ മോഡി അല്ലെങ്കിൽ BJP താഴെ ഇറക്കുന്നത്. അത് പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ കഴിവുകൊണ്ടൊന്നും അല്ല. അത് അങ്ങനെ സംഭവിക്കാനുള്ളൊരു സാധ്യത അല്പം അകലെ കാണുന്നുണ്ട്. അതങ്ങ് സാധിക്കും. അല്ല, പ്രിയങ്ക ഗാന്ധിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ രാഹുലിൻ്റെ പ്രവർത്തനങ്ങളൊന്നും ഇതിനെ നേരിട്ട് എതിർക്കാനോ രക്ഷപ്പെടുത്താനുള്ള സാധ്യത കാണുന്നില്ല. പ്രവൃത്തി ഒരാളുടെ കഴിഞ്ഞകാല സംഭവമാണല്ലോ ഒരാൾ വിലയിരുത്തുന്നത്. നമ്മൾ മുഖവിലക്കെടുക്കുന്നത് ഒരാളുടെ കാര്യം നമ്മൾ ചിന്തിക്കും, പക്ഷെ മുഖവിലക്കെടുക്കാൻ പറ്റില്ല. അത് ഈ സ്വർണ്ണോ അല്ലേ, നടക്കാതിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസ്, കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസ് ചെയ്യേണ്ടത്, കേരളത്തിൽ ഈ 3-1 അല്ലെങ്കിൽ 5-3 2 ഭാഗമൊക്കെ ഉള്ള ജനസംഖ്യയിൽ ഒരു വിഭാഗമുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും അത് ശക്തമാണ് ആ വിഭാഗം. അവർക്ക് മാന്യമായ രീതിയിൽ സ്ഥാനമാനങ്ങൾ കൊടുക്കാതെ നിങ്ങൾ 7 മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രി ആണെന്ന് ആഗ്രഹിച്ച് നടക്കാമെന്നല്ലാതെ കാര്യം നടക്കില്ല. ഒരു ഷിഹാസ് വിചാരിച്ചാലോ അല്ലെങ്കിൽ കാസർഗോട്ടുകാരൻ ഫൈസൽ വിചാരിച്ചാലൊന്നും ഭരണം കിട്ടാൻ പറ്റില്ല. ഭരണം കിട്ടണമെങ്കിൽ
വോട്ടർമാർ തീരുമാനിക്കണം. വോട്ടർമാർ തീരുമാനിക്കണമെങ്കിൽ ഭൂരിപക്ഷം എൻ്റെ വോട്ടർമാർ കോൺഗ്രസ് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ സാമുദായികമായിട്ട് നോക്കുമ്പോൾ ഭൂരിപക്ഷം അല്ലെങ്കിൽ കൂടുതൽ വോട്ടർമാരുള്ള സമുദായത്തെ നിങ്ങൾ കയ്യിലെടുക്കണം. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കയ്യിലെടുക്കുന്നതല്ല, എല്ലാവർക്കും ജനസംഖ്യാനുപാതികമായി. അല്ല, ഇപ്പോൾ 14 സീറ്റ് ഉണ്ട്, ജില്ലയുണ്ട്. എൻ്റെ 35-40% ഒരു വിഭാഗമുണ്ട്. അതിൽ ഇന്ന് കുറച്ച് 2 മന്ത്രി DC പ്രസിഡന്റുമാർ, ബാക്കി പലർക്കും, ബാക്കി 12 ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഇത് കണക്കെടുത്ത് നോക്കിയേ, ആർക്ക് കൊടുത്തിട്ട് ബാക്കി 12? അതൊക്കെ നീതിയാണോ? ഇങ്ങനെ നീതി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഒരു വിഭാഗം ജനത സജ്ജമായിരിക്കണമെന്നേ. നിങ്ങൾ പറയുമ്പോൾ RSന്റെ പേര് പറഞ്ഞ മുസ്ലിങ്ങളെല്ലാം തകർക്കാം, ഇനി അവർ വിലയെടുപ്പതിൽ ഒരു മൂക്കി കയറ്റി ഉറുമ കൊല്ലാൻ പറ്റുന്നില്ല. 10-30 കോടി ജനങ്ങളുണ്ട്. 30 കോടി ജനങ്ങളിപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇസ്രായേൽ ഗാസ യുദ്ധമായിട്ട് എത്ര ലക്ഷം കോടി ഡോളർ മുടക്കിയിട്ട് ആകെ കൊന്നു എന്ന് പറഞ്ഞത് 50,000 പേരെയും, അത് കുഞ്ഞുമക്കളെ 50,000 പേരെയും, ബാക്കി 1 ലക്ഷം പേർക്ക് പരുക്കമാണ്. എത്രായിരം കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് ഒരാളെ കൊല്ലുന്നതിന് ഏതാണ്ട് 10,000 കോടി ഡോളറല്ല വന്നിരിക്കുന്നത്. അത്ര കണ്ട് ചിലവാക്കിയിട്ടുണ്ട്. ആ പണം ഉണ്ടെങ്കിൽ അവർക്ക് ഇസ്രായേലിൽ 10 ഒരു സ്റ്റേറ്റ്, ഒരു രാജ്യം തന്നെ വാങ്ങിക്കായിരുന്നു. ആ നശിപ്പിച്ചവരുണ്ട്. അമേരിക്കയുടെ എത്ര കോടി ചിലവാക്കി, ഇസ്രായേൽ എത്ര കോടി ചിലവാക്കി. ഇതെല്ലാം അറിയുമ്പോൾ ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയിലുള്ള ലോക ബാങ്കിൽ നിക്ഷേപിച്ച് സൗദി അറേബ്യ പോലുള്ള അറബികളുടെ പണമുണ്ട്, അവർ പലിശ വാങ്ങിക്കുന്നതാണ്. അങ്ങനെ തന്നെ കോടാനുകോടി രൂപ പലിശയുണ്ട്. അത് അവർക്ക് അവിടെ ചില ആൾക്കാർക്ക് എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവർ പലിശ വാങ്ങിക്കില്ല, പലിശ കമ്പനിയിൽ തള്ളുമല്ലോ. കേരളത്തിലേക്കാണെങ്കിൽ അത് അവർ ഏതെങ്കിലും എടുക്കും, ബാങ്കിലേക്ക് കൂട്ടും, മുതൽ കൂട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഐറ്റത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി എത്രയോ 1000 കോടി. ഇവിടെ ലോകത്ത് ബൈബിൾ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കോടാനുകോടി രൂപയിൽ നല്ലൊരു ശതമാനം പൈസ ഐക്യരാഷ്ട്ര ബാങ്കിൽ അല്ലെങ്കിൽ ലോക ബാങ്കിൽ സൗദി അറേബ്യ പോലുള്ള നിക്ഷേപിക്കുന്ന പണത്തിന് പലിശയാണ്. സൗദി അറേബ്യയുടെ എത്ര ഉണ്ട്? ലോക ബാങ്കിൽ എത്ര 1000 കോടിയുണ്ട്, എത്ര 1000 കോടി ഡോളർ. അതിൻ്റെ പലിശ 10%, 8% പലിശ ഉണ്ടാവുമല്ലോ. അപ്പോൾ എത്ര ഒന്ന് ഉദാഹരണം 10,000 കോടി ഉണ്ടെങ്കിൽ 1000 കോടി, 10% 1000 കോടിയായില്ലേ? ഇവിടെ 800 കോടിയാവില്ലേ? 8%, ഇവിടെ 7% 700 കോടിയായില്ലേ? അത് കൊല്ലത്ത് ഇങ്ങനെ പെറ്റുവരികയല്ലേ? അത് അവരെടുക്കുന്നില്ല, അവർക്ക് ഹറാമാണ്. അവർ നാട്ടിൽ പണം ബാങ്കിൽ സൂക്ഷിക്കണമെങ്കിൽ പൈസ നികുതി അങ്ങോട്ട് കൊടുക്കണം, ചാർജ് അങ്ങോട്ട് കൊടുക്കണം, ഇല്ല പണം സൂക്ഷിക്കുള്ളൂ. ഇവിടെ നമ്മൾ പണം കൊണ്ട് ബാങ്കിലിട്ട് നമുക്ക് പലിശ, അതിനാണ് പലിശ എന്ന് പറയുന്നത്. മറ്റേത് നികുതിയാണല്ലേ, ഒരു സർവീസ് ചാർജാണ്. പലിശ സർവീസ് ചാർജിന് വ്യത്യാസമുണ്ട്. പലിശ പണം വാങ്ങുന്ന ആളിൽ നിന്ന് വാങ്ങുമ്പോൾ സർവീസ് ചാർജ് പണം ഇടുന്ന ആളിൽ നിന്ന് വാങ്ങുന്നു, അത് വ്യത്യാസം. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ കിടപ്പുന്നതിലേക്ക് കോൺഗ്രസ് പ്രത്യേകിച്ച് കേരളത്തിൽ പോലും കുറച്ചുകൂടി വിശാലമായി ചിന്തിച്ച് മാന്യമായ ഒരു സെറ്റിൽമെൻറ്റിൽ തയ്യാറായില്ലെങ്കിൽ ഡോക്ടർ കെ രാധാകൃഷ്ണനൊക്കെ BJPയിൽ പോയതുപോലെ പലരും പുറത്തു പോകും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കോഴിക്കോടിലെ രാഘവൻ സാർ, MK രാഘവൻ, വലിയ കുഴപ്പമില്ലാത്തൊരു കോൺഗ്രസ് നേതാവാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സായിട്ട് എന്തോ തെറ്റാണ്ട് സാധ്യമൊക്കെ കാണുന്നതാണ് CPMൽ പോകുന്നതൊക്കെ കേൾക്കുന്നത്. എവിടെയൊക്കെ പോകുന്നറിയില്ല, CPMയിലേക്കാണ് BJPയിലെന്നറിയില്ല. എന്താണ് അവരൊക്കെ കൂടെ നിർത്താൻ ചിലർക്ക് താല്പര്യമില്ല. ആങ്ങൾ ചെത്താൽ വെള്ളം നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് വിചാരിക്കുക കുറേ നേതാക്കളുണ്ട്. എല്ലാവരും അവർക്കല്ല, അവർക്ക് വേണമെങ്കിൽ വേറെ വേണ്ട. അത് ദുഷ്ടലാക്കാണ്. അതൊക്കെ നാടിനും ആപത്താണ്, കോൺഗ്രസിനും ആപത്താണ്. അപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ട കാര്യത്തുള്ളൂ, ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് എല്ലാവർക്കും സന്തോഷമായിട്ട് കൊടുക്കുക, നീതി ലഭിക്കുക. ഇത്രയും കാര്യം ചെയ്യേണ്ടത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്കൊരായി നന്ദി. ജയ് ഹിന്ദ്.